നമസ്കാരം. എൻ്റെ പേര് ജെയിംസ് എന്നാണ്. ഞങ്ങൾ തൃശ്ശൂർ ജില്ലയിലെ മറ്റം എന്ന സ്ഥലത്താണ് താമസം. ഇത് ഞങ്ങളുടെ നേപ്പാൾ യാത്രയുടെ ആദ്യ ഭാഗമാണ്. ചെലവ് ചുരുക്കി യാത്ര ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ രീതി. എന്നാൽ ആദ്യമായാണ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത്. ഞങ്ങൾ മറ്റത്തിൽ നിന്നും സ്കൂട്ടറിലാണ് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയത്. അവിടെ നിന്നും വൈകുന്നേരം 6:30 എറണാകുളം പാട്ന എക്സ്പ്രസ് 22:43 ഈ ട്രെയിനിലാണ് ഞങ്ങൾ അസൻസോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയത്. അസൻസോൾ റെയിൽവേ സ്റ്റേഷനിൽ ഈ വണ്ടി എത്തിച്ചേരുന്നത് 3-ാം ദിവസം ഉച്ചയ്ക്ക് 1 മണിക്കാണ്. ഇതിന് ചാർജ് ഒരാൾക്ക് 860 രൂപയാണ്. സാധാരണ രീതിയിൽ ഭക്ഷണം ഞങ്ങൾ കയ്യിൽ നിന്ന് വാങ്ങി കഴിക്കാറില്ല. ഞങ്ങൾ വീട്ടിലുണ്ടാക്കിയ ഭക്ഷണമാണ് ട്രെയിൻ യാത്രയിൽ കഴിക്കുക. എന്നിരുന്നാൽ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ അവിടെ അസൻസോൾ എത്തിയതിന് ശേഷം ഞങ്ങൾ ക്യാൻറ്റീനിലും പുറത്തുപോയി ഭക്ഷണം സാധാരണ ചെറിയ തോതിൽ ഭക്ഷണം കഴിച്ചു. അസൻസോൾ എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷൻ ഒരുവിധം നല്ല റെയിൽവേ സ്റ്റേഷനാണ്. അവിടെ നിന്ന് രാത്രി 8 മണിക്കാണ് ഞങ്ങൾക്ക് മിഥില എക്സ്പ്രസ് റക്സോളിലേക്കുള്ള ട്രെയിൻ. ആ ട്രെയിനിൽ റക്സോൾ എന്ന് പറയുന്ന സ്ഥലം ബീഹാറിൽ പെട്ടതാണ്. അത് നേപ്പാളിൻ്റെ ബോർഡറും കൂടിയാണ്. ഈ കാണുന്നത് റെയിൽവേ സ്റ്റേഷനിലുള്ള ഫുഡ് കോർട്ടും അതിനുശേഷം അതിൻ്റെ അകത്തിരുന്ന് ട്രെയിനിൻ്റെ അകത്തിരുന്ന് കഴിക്കാനുള്ള സൗകര്യങ്ങളുമുണ്ട്. ഈ അസൻസോൾ റെയിൽവേ സ്റ്റേഷൻ ഒരുവിധം നീറ്റായ റെയിൽവേ സ്റ്റേഷനും പരിസരവും നല്ല നീറ്റാണ്. അത് അവിടെ കണ്ടതിന് ശേഷം ഞങ്ങൾ വൈകുന്നേരം 8 മണിയോടുകൂടി ഞങ്ങൾ റക്സോളിലേക്ക് പോകാൻ തീരുമാനിച്ചു. അസൻസോളിൽ നിന്നും രാത്രി 8 മണിക്കാണ് റക്സോളിലേക്കുള്ള മിഥില എക്സ്പ്രസ്. ഇത് രാവിലെ 8 മണിയോടുകൂടി റക്സോൾ റെയിൽവേ സ്റ്റേഷനിലെത്തും. ഇതിൻ്റെ ചാർജ് ഏകദേശം 300 രൂപയോളം വരും, സ്ലീപ്പർ ടിക്കറ്റ്. അവിടെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ റിട്ടയറിംഗ് റൂം ബുക്ക് ചെയ്തിരുന്നു. നല്ല റൂമായിരുന്നു. ഡബിൾ ബെഡ്, സോഫ, AC, സെപ്പറേറ്റ് ബാത്റൂം, ഗ്രീസർ എന്നീ സൗകര്യങ്ങൾ കൂടിയതാണ് റൂം. ഈ റൂമിന് ഒരു ദിവസം 24 മണിക്കൂറിന് വെറും 407 രൂപയാണ് റൂം ചാർജ്. നല്ല സൗകര്യമുള്ള റൂമായിരുന്നു. ഈ റക്സോൾ റെയിൽവേ സ്റ്റേഷനും അതിൻ്റെ പരിസരവും അത്ര നീറ്റ് ഏരിയ അല്ല. എന്നിരുന്നാലും ഞങ്ങൾ അവിടെ നിന്ന് നേപ്പാളിലേക്ക് ഒരു 750 മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. അവിടെ നിന്ന് നേപ്പാളിലേക്ക് ഞങ്ങൾ നടന്ന് നേപ്പാളിലേക്ക് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞ് ബോർഡറിൽ ചെക്കിങ്ങോ കാര്യങ്ങളൊന്നുമില്ല. പാസ്പോർട്ടോ വിസയോ ആവശ്യമില്ല. എന്നിരുന്നാലും നമ്മുടെ കയ്യിൽ ആധാറോ ഏതെങ്കിലും ഒരു തിരിച്ചറിയൽ കാർഡ് ആവശ്യമാണ്. അവിടെ നിന്ന് ഞങ്ങൾ നേരെ നേപ്പാളിൽ പോയി നമ്പീർഗുഞ്ച് എന്ന സ്ഥലത്ത് പോയി ഒരു 1000 രൂപയ്ക്ക് 1600 രൂപ വെച്ച് മണി എക്സ്ചേഞ്ച് ചെയ്തു. അവിടുത്തെ മണിക്ക് വാല്യൂ കുറവാണ്, അതുകൊണ്ട് 1600 രൂപ കിട്ടും ഇവിടുത്തെ 1000 രൂപ കൊടുത്താൽ. മണി എക്സ്ചേഞ്ച് ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങളവിടെ സിം കാർഡ് എടുത്തു. വെറും 300 രൂപ 7 ദിവസത്തേക്ക് സിം കാർഡ് എടുത്തു. നേപ്പാളിൽ ചെന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഉച്ചയോടുകൂടി തിരിച്ച് ഞങ്ങൾ റൂമിലേക്ക് കൊണ്ട് പോന്നു. ഇനി നാളെ നേപ്പാൾ യാത്രയുടെ അടുത്ത ഭാഗം.